തുടർന്നുള്ള ദിവസങ്ങളിലെയും വചന കേൾവി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ രാത്രിയിലെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ രാത്രി നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗമാണ് ഇന്ന് പാഠഭാഗമായി നാം വായിച്ച് കേട്ടത്. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. 10-ാം വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കട്ടെ. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൻ വരമധികം പകരുക ആത്മാവിൻ പുതുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥനകൾ കേൾക്കുന്നവനും യാചനകൾക്ക് ഉത്തരം നൽകുന്നവനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ രാത്രി വീണ്ടും ഈ വചനകൂടാരത്തിൽ ഇരുന്ന് ഞങ്ങളുടെ ബാഹ്യമായ കണ്ണുകളെ ഒന്ന് അടയ്ക്കുവാനും ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനകൂടാരത്തിൽ വാരി വിതറുന്ന വചനങ്ങൾ ഒന്നും പതിരായി പോകാതെ കതിരായി നൂറുമേനി ഫലം കായ്പാൻ ഈ ദിനങ്ങളിലെ വചനധ്യാനം ഞങ്ങളെ നീ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയും ബലഹീനാകുന്ന ഞങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. നിന്റെ ഏറിയ കൃപയാൽ നീ ഞങ്ങളെ നടത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. ചില ജീവിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവരിലൂടെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ചില ഓർമ്മകൾ ചുറ്റുപാടും പങ്കുവെക്കും. അവർ ഈ ലോകത്തിൽ നിന്ന് യാത്രയായാലും അവർ പകർന്നു നൽകിയ ഈ വിശുദ്ധിയുടെ സുഗന്ധം സമൂഹത്തിൽ നിൽക്കും. കാലങ്ങൾ എത്ര പിന്നിട്ടാലും ഇങ്ങനെയുള്ള ജീവിതങ്ങളെ തേടി പോകുക മനുഷ്യ സഹജമാണ്. ജീവിച്ചിരുന്ന ചുറ്റുപാടും സുഗന്ധം പരത്തി യാത്രയായി കാലങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും ദൈവവചനത്തിലൂടെ നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു കൊച്ചു മനുഷ്യൻ്റെ ജീവിതത്തെ തേടിയുള്ള യാത്രയാണ് ഈ രാത്രി നാം ഒരുമിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകം എഴുതപ്പെട്ടത് പ്രവാസകാലത്തിന് ശേഷമാണ്. 1 ദിനവൃത്താന്തം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകട്ടെ വംശാവലിയുടെ നീണ്ട ഒരു പട്ടികയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരുഭൂമിയിൽ ഒരു മരുപ്പച്ച പോലെ ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ വംശാവലിയുടെ മധ്യത്തിൽ 2 വാക്യങ്ങളിൽ മിന്നിമറയുന്ന ഒരു കൊച്ചു ജീവിതമുണ്ട്. നാലാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് 10-ാം വാക്യത്തിൽ മറഞ്ഞുപോയ ഒരു കൊച്ചു ജീവിതം. ഈ 2 വാക്യങ്ങളിലായി
ഒതുങ്ങി നിൽക്കുന്നൊരു ജീവിതമെങ്കിലും സഹസ്രാബ്ദങ്ങളായി ജനഹൃദയങ്ങളിൽ ജീവിത ദർശനം പകർന്നു നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതത്തിനുടമയായി അത് മാറുകയാണ്. യബ്ബേസ് ജന്മം കൊണ്ട് ദുഃഖിപ്പിച്ചവനെങ്കിലും ജീവിതം കൊണ്ട് സന്തോഷിപ്പിച്ചവനാണ്. ജന്മം കൊണ്ടവൻ എല്ലാവർക്കും ദുഃഖമായിരുന്നു. എന്നാൽ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷദായകമായി അവൻ തീർത്തു. എങ്ങനെ ജനിച്ചു എന്നതുള്ളതല്ല പ്രശ്നം, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ധന്യതയെ അളക്കുന്ന അളവുകോൾ. യബ്ബേസിൻ്റെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൾക്കൊരു ദുഃഖമായിരുന്നത് കൊണ്ടും ഒരുപക്ഷെങ്കിൽ അവളുടെ പ്രസവ സമയത്തോ ഗർഭകാലത്തോ അവനിലൂടെ അവൾ ഏൽക്കേണ്ടി വന്ന വേദനകളോ നൊമ്പരങ്ങളോ ദുഃഖങ്ങളോ ആയിരിക്കാം, കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ജന്മം നൽകിയ അമ്മ പറയുകയാണ്, ഇവൻ എനിക്ക് ദുഃഖമാണ്. ജന്മം നൽകുന്ന അമ്മമാരാരും പറയുവാൻ ആഗ്രഹിക്കാത്ത ജീവിത അനുഭവങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ട് അമ്മ പറയുകയാണ്, ഈ മകൻ എൻ്റെ ദുഃഖമാണ്. വൈദിക ശുശ്രൂഷയിൽ വളരെ വിരളമായി ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുവാൻ എനിക്കുമിടയായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മകൾ എനിക്ക് ജനിക്കാതെ പോയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു മകൻ എനിക്ക് ഇല്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. ഒരുപക്ഷെങ്കിൽ എത്ര തീവ്രമായ വേദനയായിരിക്കും, എത്ര ആഴമുള്ള ദുഃഖങ്ങളായിരിക്കും ഈ മകൻ തൻ്റെ പേരിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിലൂടെ അവൻ നേരിടേണ്ടി വന്നത്. യബ്ബേസ് ജീവിച്ചിരുന്നത് ന്യായാധിപന്മാരുടെ കാലത്താണ്. ന്യായാധിപന്മാരുടെ കാലം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീക അരാജകത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ നാളുകളായിരുന്നു. അവിശ്വാസത്തിൽ തകർന്നുപോയ തൻ്റെ ജനത ദൈവത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ജനസമൂഹം എല്ലാ വഴികളിലും പാപത്തിൻ്റെ മ്ലേച്ഛതയുടെ ജീവിത സാഹചര്യങ്ങൾ സാമൂഹ്യമായി തങ്ങളുടെ ജീവിതത്തെ അധപ്പതനത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇത്തരത്തിൽ അധപ്പതനങ്ങളുടെയും അധാർമികതയുടെയും ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും മധ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു യൗവനക്കാരൻ വ്യത്യസ്തമായ ഒരു ജീവിതത്തിലൂടെയാണ് ദൈവവചനത്തിൽ ഇടം നേടിയത്. ചുറ്റുപാടുമുള്ള എല്ലാ ജീവിതങ്ങളും ജീർണതകളുടെ മധ്യത്തിലായിരുന്നു എങ്കിലും അർത്ഥപൂർണമായ ഒരു ജീവിതം നയിച്ചാണ് അവൻ്റെ ജീവിതം അവൻ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ മരണവീടുകളിൽ നാം കേൾക്കാറുള്ളൊരു വാക്കാണ്, എത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ ജീവിച്ച നാളുകൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്നു എന്ന്. തൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു എന്നാണ് വേദപുസ്തകത്തിൽ അവനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോർ ഓണറബിൾ. കിട്ടിയ പേർ ദുഃഖം, എന്നാൽ അവൻ നേടിയ പേർ ബഹുമാന്യൻ, ആദരണീയൻ. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായത്തിൽ ബർന്നബാസിനെ കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ നല്ല മനുഷ്യനായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. നഥനിയേലിനെ നോക്കി തമ്പുരാൻ ഇങ്ങനെയാണ് സാക്ഷിക്കുന്നത്, ഇവൻ സാക്ഷാൽ ഇസ്രായേല്യൻ. ഒരു ദിനം കൊണ്ടൊന്നും നേടിയെന്നല്ല ഇവരാരും ഈ പേരുകൾ. ഒരു ജന്മം കൊണ്ട് സ്വായത്തമാക്കി എടുത്തതാണ്
ഈ അനുഗ്രഹീതമായ പേരുകൾ. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായി തീർന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ താൻ തൻ്റെ ഭവനത്തിന്, തൻ്റെ കുടുംബത്തിന്, തൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, ചാർച്ചക്കാർക്ക്, സമൂഹത്തിന് ഒരു ദുഃഖമാണല്ലോ എന്നോർത്ത് ജീവിതം നിരാശയോടെ പരിതപിച്ച് ജീവിച്ച് തീർക്കുക ആയിരുന്നില്ല അവൻ ചെയ്തത്. മനുഷ്യജീവിതത്തിൻ്റെ രണ്ട് സാധ്യതകളെക്കുറിച്ച് നാം വായിക്കാറുണ്ട്. ഒന്ന്, മരിക്കാൻ വേണ്ടി ജീവിക്കുക. നമ്മൾ ചിലരോടൊക്കെ വിശേഷം എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നൊരു മറുപടി ഉണ്ടല്ലോ, ഓ ഇങ്ങനെ അങ്ങ് ജീവിക്കുന്നു, ഇനി അങ്ങ് പോകണം, എത്ര നാളൂടെ ഏറിയാൽ. മരിക്കാൻ വേണ്ടി ജീവിക്കുകയാണ്. മതി, മടുത്തു ഈ ലോക ജീവിതം. എന്നാൽ ജീവിതത്തിൻ്റെ മറ്റൊരു വശമാണ് ജീവിച്ചു മരിക്കുക എന്നുള്ളത്. ജീവിച്ചു മരിക്കണം. ഈ ലോകത്തിൽ നീ ജീവിച്ചിരുന്നെന്ന്, ഞാൻ ജീവിച്ചിരുന്നു എന്ന് നാം ആയിരുന്ന ചുറ്റുപാട് ചില സുഗന്ധങ്ങൾ അവശേഷിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി തീരുന്നത്. യബ്ബേസ് തൻ്റെ ജീവിതം ഒരു ദുഃഖമായിരുന്നു എന്നും താൻ തൻ്റെ കുടുംബത്തിനൊരു ഭാരമായിരുന്നു എന്നോർത്ത് ജീവിതം നരകതുല്യമാക്കി തീർക്കാതെ ഒരു പ്രാർത്ഥനയിലൂടെ അവൻ്റെ ജീവിതത്തെ അവൻ മാറ്റിമറിച്ചു. ഒരു ചെറിയ പ്രാർത്ഥനയിലൂടെ. എന്നാൽ ആ ചെറിയ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം അർത്ഥവും വ്യാപ്തിയും ആഴവുമുള്ളതായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? Prayer is seeking the will of God. പ്രാർത്ഥന എന്നത് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുകയാണ്. പ്രാർത്ഥന എന്നത് സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധമാണ്. സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള അഭേദ്യമായൊരു ബന്ധം. അതുകൊണ്ട് തന്നെ ലളിതമായ ഭാഷയിൽ ഇങ്ങനെ നമുക്ക് പറയാം, വ്യക്തിജീവിതങ്ങൾക്ക് പ്രാർത്ഥന വൃക്ഷത്തിൻ്റെ വേരുപോലെയാണ്. വ്യക്തിജീവിതങ്ങൾക്ക് പ്രാർത്ഥന വൃക്ഷത്തിൻ്റെ വേരുപോലെയാണ്. വേരാഴമുള്ളതെങ്കിൽ ഏത് ശക്തമായ കാറ്റുകളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞു എങ്കിലും മറിയാതെ നിൽപ്പാൻ അതിന് കഴിയും. പ്രാർത്ഥനയുടെ വേരുകൾ ആഴമുള്ളതാണെങ്കിൽ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും കൊടുങ്കാറ്റിനെയും പേമാരിയെയും അതിജീവിക്കുവാൻ വ്യക്തിജീവിതങ്ങൾക്ക് ആഴമുള്ള വേരുകളാകുന്ന പ്രാർത്ഥനയുണ്ടാകണം. അതുകൊണ്ടല്ലേ ക്രിസ്തുവെന്ന വടവൃക്ഷം പ്രാർത്ഥനയുടെ ആഴമായ വേരുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ പര്യാപ്തമായി തീർന്നത്. ദൈവത്തിൻ്റെ ഹിതം പുത്രൻ അന്വേഷിക്കുകയായിരുന്നു അവൻ്റെ പ്രാർത്ഥന. ഗത്സമനയിൽ ക്രിസ്തു പിതാവിൻ്റെ ഹിതം അന്വേഷിക്കുകയായിരുന്നു. പ്രാർത്ഥന ഒരിക്കലും ദൈവത്തെ രൂപാന്തരപ്പെടുത്താനുള്ളതല്ല. പ്രാർത്ഥന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മാനസാന്തരപ്പെടുത്താനുള്ളതുമല്ല. പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ രൂപാന്തരപ്പെടാനുള്ളതാണ്. ചില ആളുകൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലേ? കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ നിന്നോട് ആവശ്യപ്പെടുന്നു, ഇപ്പം തന്നെ ചെയ്തു തരണം, ഇച്ചിരി കഴിഞ്ഞാൽ പറ്റത്തില്ല. പ്രാർത്ഥിച്ച്
പ്രാർത്ഥിച്ച് ദൈവത്തെ നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നവരാണ്. പ്രാർത്ഥിക്കുന്നവനാണ് പ്രാർത്ഥനയിലൂടെ രൂപാന്തരം ഉണ്ടാകേണ്ടത്. യബ്ബേസ് ദൈവത്തോടവൻ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുകയായിരുന്നു. യഹോവയായ ദൈവത്തോടവൻ അപേക്ഷിച്ച്, നിന്റെ ഹിതം എന്നിൽ ഉളവാകുവാൻ സാധ്യമാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇതാ ദുഃഖമായവൻ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ രാത്രിയിലെ നമ്മളുടെ ധ്യാന വിഷയം. ഈ പ്രാർത്ഥനയിലൂടെ ഒരു കാലത്ത് അപമാനിതനായിരുന്നവൻ, ഒരു കാലത്ത് നിന്ദിതനായിരുന്നവൻ, ഒരു കാലത്ത് അവഗണനയേറ്റ തൻ്റെ കുടുംബത്തിൽ കിടന്നവൻ എങ്ങനെയാണ് ബഹുമാന്യനായി തീർന്നത്? കഴിഞ്ഞ രാത്രി ഞാൻ ശമരിയ സ്ത്രീയിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചു. അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ കഴിഞ്ഞ രാത്രിയിൽ ഒരു തുടർച്ചയായി ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യബ്ബേസ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് 4 വാക്കുകളാണ്. 1, എന്നെ അനുഗ്രഹിക്കണമേ. നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിക്കണം. He asked God to make him a blessed man. സങ്കീർണമായ ഒരു പ്രശ്നത്തിൻ്റെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നീ എന്നെ അനുഗ്രഹിക്കണം. ഒരു പക്ഷെങ്കിൽ ഇന്നെന്നെ ചാരത്തും വിദൂരങ്ങളിലുമായിരുന്ന് കേൾക്കുന്ന ദൈവജനത്തിന് ബഹുഭൂരിപക്ഷവും അല്ല 100% ഏറ്റവും കൂടുതൽ ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, നിശ്ചയമായും നീ എന്നെ അനുഗ്രഹിക്കണമേ. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? എന്താണ് അനുഗ്രഹം? എന്താണ് ഭാഗ്യകരമായ അവസ്ഥ? ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്ന സുന്ദരമായൊരു ദീർഘമായ പ്രസംഗമുണ്ട്. പർവ്വത പ്രസംഗത്തിൻ്റെ ആമുഖ വാക്കുകളിൽ തന്നെ എന്താണ് അനുഗ്രഹമെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചു. ദ ബിയാറ്റിറ്റ്യൂഡ്സ് അഥവാ അനുഗ്രഹ വചസ്സുകൾ എന്ന ദീർഘമായ പ്രസംഗത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ, ആമുഖ വാക്കുകൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മക്കാറിയോസ്. അതിൻ്റെ അർത്ഥം ബ്ലസ്ഡ്, അനുഗ്രഹീതൻ. ആരാണ് അനുഗ്രഹീതൻ? ക്രിസ്തു പ്രസംഗിച്ചു പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ. നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ആലോചിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഒരു ആഴം തിരിച്ചറിയാൻ ഒരു പക്ഷെങ്കിൽ പലപ്പോഴും കഴിയാതെ പോകും. ക്രിസ്തു പഠിപ്പിക്കുകയാണ്, ബാഹ്യമായ പീഡനങ്ങളുടെ മധ്യത്തിൽ, പ്രത്യേകിച്ച് റോമൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ പാർത്തിരുന്ന യഹൂദന്മാർ നേരിടേണ്ടി വന്ന ബാഹ്യമായ മാനസികമായ പീഡനങ്ങളുടെ സംഘർഷങ്ങളുടെ മധ്യത്തിൽ അതിനെ അതിജീവിക്കുവാൻ ആന്തരിക ഊർജം ലഭ്യമായവൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കൈപ്പേറിയ അനുഭവങ്ങളെ നേരിടുവാൻ ആന്തരിക ഊർജമുള്ളവൻ ഭാഗ്യവാൻ. ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ വന്ന് ഏറ്റുപറഞ്ഞ് ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുതപിക്കുമ്പോൾ പാപമോചനം ലഭ്യമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലാണ് ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യവാൻ. അതുകൊണ്ടാണ് പറയുന്നത്, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. എൻ്റെ അപരാധങ്ങളെയും എൻ്റെ പാപവഴികളെയും
എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യ അനുഭവങ്ങളെയും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്നവനാണ് ഭാഗ്യവാൻ. ദുഃഖം നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. കാരണം അത് നമ്മെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ തിരിക്കുവാൻ, അടുപ്പിക്കുവാൻ പ്രേരിപ്പിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 34-ാം അധ്യായത്തിൽ ക്രിസ്തു അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? ക്രിസ്തു തൻ്റെ മുൻപിൽ കൂടിയിരിക്കുന്ന ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് വലതുവശത്തുള്ളവരെ വിളിക്കുകയാണ്, നിങ്ങൾ അനുഗ്രഹീതരാണ്. എന്നാൽ ഇടതുവശത്തുള്ളവരെ നോക്കിക്കൊണ്ടവൻ വിളിക്കുന്നത്, നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ? അലിവ് കാട്ടിയവരെയാണ് അവൻ അനുഗ്രഹീതർ എന്ന് വിളിക്കുന്നത്. അനുദിന ജീവിതത്തിൽ അരികിൽ കിടന്നവന് അലിവ് കാട്ടിയവൻ, വഴിയിൽ കിടന്നവന് അലിവ് കാട്ടിയവൻ, ദാഹിക്കുന്നവന് ദാഹജലമായി മാറിയവൻ, ഒറ്റപ്പെട്ടുപോയവന് കൂട്ടായി മാറിയവൻ, അവഗണന ഏറ്റുകിടുന്നവന് പരിഗണന നൽകിയവൻ. ക്രിസ്തു അവരെ നോക്കിക്കൊണ്ട് വിളിക്കുകയാണ്, നിങ്ങൾ അനുഗ്രഹീതർ ആണ്. ദൈവം എന്തിനാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്? ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും ഞാനൊരു അനുഗ്രഹമായി തീരാനല്ല, മറിച്ച് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഞാൻ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറാനാണ്. ലഭിച്ച അനുഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതിലൂടെയാണ് അനുഗ്രഹീതരായി മാറുന്നത്. ഞാൻ കോട്ടയം മാർത്തോമ വൈദിക സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു സംഭവം അരങ്ങേറി. ഏതാണ്ട് സന്ധ്യയോടെടുക്കുന്ന വേളയിൽ ധാരാളം ദീർഘദൂര യാത്രക്കാർ വരാൻ പോകുന്ന ട്രെയിനിൽ യാത്ര ചെയ്യുവാൻ കാത്തു നിൽക്കുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ ഒരു 10 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു കൊച്ചു ബാലൻ പാട്ടുപാടി വയറ്റത്തടിച്ച് ഭിക്ഷ യാചിക്കുകയാണ്. യാത്രികരായിരിക്കുന്ന ധനികരും ധനാഠ്യരുമായ പല ആളുകളുടെയും മുമ്പിൽ ഈ പിഞ്ചുമാലൻ കീറിപ്പറഞ്ഞ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് അവൻ യാചിച്ചു പറയുകയാണ്, അമ്മ വിശക്കുന്നു, എന്തെങ്കിലും ഭക്ഷിക്കാൻ തരുമോ? ആ യാത്രികരെല്ലാം അവനെ ആട്ടിയോടിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുകയാണ്. അവൻ്റെ വേഷവിധാനവും അവൻ്റെ നിൽപ്പും അവൻ വഹിക്കുന്ന അവൻ്റെ ബാഗും കണ്ടാൽ അറിയാം അവനൊരു പട്ടിണിപ്പാവമാണ് എന്ന്. ഈ യൗവനക്കാരൻ്റെ മുമ്പിലും വന്ന് ഈ കൊച്ചുബാലൻ കൈനീട്ടി പാട്ടുപാടി പറഞ്ഞു, ചേട്ടാ വിശക്കുന്നു, ഇന്നൊന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ഒന്ന് ഭക്ഷിപ്പാൻ തരുമോ? ജീവിതത്തിൽ വിശപ്പനുഭവിച്ചവന് മാത്രമേ വിശക്കുന്നവന്റെ വേദനയുടെ ആഴം തിരിച്ചറിയാൻ കഴിയൂ. ഈ പട്ടിണിപ്പാവമായ യൗവനക്കാരൻ തൊട്ട് പിന്നിലെ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ഭക്ഷണപ്പൊതി വാങ്ങി ഈ പിഞ്ചുബാലന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അവൻ ആർത്തിയോടെ അതും കൊണ്ട് ആ കോൺക്രീറ്റ് ബെഞ്ചിൽ പോയിരുന്നു പാതി ഭക്ഷണം വേഗം കഴിച്ചു. ബാക്കി അവൻ പൊതിഞ്ഞെടുത്തു. ഇത് വാങ്ങിക്കൊടുത്തവൻ ഓടി അവൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ ഭയങ്കരമായി വിശന്നിരിക്കുന്നത് കൊണ്ട് ഇത്രയും ഭക്ഷണം ഇനിയും ഉപയോഗശൂന്യമായി കളയാൻ പോവാനോ? അവൻ ആ ഭക്ഷണപ്പൊതി ആ സിമെന്റ് ബെഞ്ചിൽ തന്നെ താത്തു വെച്ചു. ഊരി വഴുതിപ്പോയ അവൻ്റെ ട്രൗസർ അവൻ വലിച്ചു മുറുക്കി ഒന്ന് കുത്തി. ഇരുകൈയും കൂപ്പി നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്തവനോട് പറയുകയാണ്, സാറേ
എൻ്റെ കുഞ്ഞനുജത്തി 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഭിക്ഷ യാചിക്കുന്നുണ്ട്. ഞാൻ അല്പം മുമ്പ് അവളെ കണ്ടു. അവൾ പറഞ്ഞു, ചേട്ടാ, ഇന്ന് രാവിലെ മുതൽ ഭിക്ഷ യാചിച്ചിട്ട് എനിക്കൊന്നും ഭക്ഷിപ്പാൻ കിട്ടിയില്ല, വിശക്കുന്നു. സാർ എനിക്ക് വാങ്ങിത്തന്ന ഈ ഭക്ഷണത്തിൻ്റെ പാതി ഭക്ഷണം ഞാൻ എൻ്റെ കുഞ്ഞനുജത്തിക്കായി കൊണ്ടുപോവുകയാണ്. ഞാനും നിങ്ങളും ഒരുപക്ഷെങ്കിൽ ദരിദ്രമാലൻ, ഭിക്ഷകൻ, യാചകൻ, നീചൻ, ഇതാ ജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ ആഴം ലഭിച്ച ഭക്ഷണം പങ്കുവെക്കുന്നതിലൂടെ ജീവിതത്തിൽ അവൻ നമ്മെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ദൈവം എന്തിനാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്? God will trust and God will test. ദൈവം നമ്മിൽ ചില വിശ്വാസം അർപ്പിച്ച് ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ പരീക്ഷിക്കാൻ ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവമേ, നീ ഞങ്ങളെ ഇനിയും അനുഗ്രഹിക്കണം. ഇത്രമാത്രം ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടും ഇന്നും ഈ രാത്രിയിലും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്, ഭൗതികമായി എന്തെങ്കിലും ഇനിയും കിട്ടുമോ? അങ്ങനെയെങ്കിൽ ഈ രാത്രി ജീവിതത്തെ ആർത്തിയോടെ കണ്ട ഒരു യൗവനക്കാരൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആകർഷിക്കുകയാണ്. അത് മറ്റാരുമല്ല, യാക്കോബാണ്. ജീവിതത്തെ ആർത്തിയോടെ കണ്ട്, ധനത്തോട്, പദവിയോട്, പെണ്ണിനോട്, എല്ലാത്തിനോടും അവൻ ആർത്തിയായിരുന്നു, ആവേശമായിരുന്നു. എല്ലാം ഉപേക്ഷിച്ച് ആഗ്രഹിച്ചതെല്ലാം നേടുവാനായി അവൻ ഓടി. എന്നാൽ ജീവിതം ചില പാഠങ്ങൾ യാക്കോബിനെ പഠിപ്പിച്ചു. എല്ലാത്തിനോടും ആർത്തിയോട് നേടിയെടുക്കുവാൻ, സ്വായത്തമാക്കുവാൻ, കീഴടക്കാൻ ശ്രമിച്ചവൻ ജീവിതത്തിൽ വിരക്തിയുള്ളവനായി, എല്ലാത്തിനോടും മടുപ്പ് തോന്നി. അങ്ങനെ അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് അവൻ്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഉടുതുണിക്കും മറുതുണിയില്ലാത്തവനായി സ്വന്തം ഭവനത്തിൽ നിന്ന് പലായനം ചെയ്തവനെ കുറിച്ച്, അവൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അപ്പോൾ യാക്കോബോ മഹാധനികനായിരുന്നു. ഒന്നുമില്ലാതെ കൈയും വീശി ജീവിതത്തിൻ്റെ യാത്ര ആരംഭിച്ചവൻ, ആർത്തിയോട് ജീവിതത്തെ കണ്ടവൻ, ജീവിതത്തിൽ എല്ലാത്തിനോടും വിരക്തി തോന്നി. യഥാർത്ഥ ജീവിതത്തിലേക്ക് അവൻ മടങ്ങി വരുമ്പോൾ അവൻ മഹാധനികനായിരുന്നു. മഹാധനികനായവൻ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് വരുമ്പോൾ ഇതാ യബക്ക് നദിയുടെ തീരത്ത് വച്ച് ദൈവത്തോടവൻ മല്ല് പിടിക്കുന്നു. അവൻ മല്ല് പിടിച്ചൊരു പ്രാർത്ഥന അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ, കഴിഞ്ഞ ഒരാഴ്ചക്കകം 10 പ്രാവശ്യമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കാനഡയ്ക്ക് പോകാൻ മകളുടെ പേപ്പർ എത്രയോ നാളായി സബ്മിറ്റ് ചെയ്തു. നീ എന്നെ അനുഗ്രഹിക്കണം. വീട് പണി ആരംഭിച്ചു. നീ എന്നെ അനുഗ്രഹിക്കണം. യാക്കോബ് മഹാധനികനായിരുന്നു. മഹാധനികനായവൻ ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചു പറയാണ്: ഞാനൊരു ദരിദ്രനാണ്, നീ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ദാരിദ്ര്യം എൻ്റെ സഹോദരനുമായുള്ള ബന്ധത്തിലാണ്. ഭൗതികമായി ഞാൻ വളരെ റിച്ച്, ഇമ്മൻസ്ലി, എൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമായി നീ എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറമായി നീ എന്നെ അനുഗ്രഹിച്ചു. എന്നാൽ ഞാൻ എൻ്റെ സഹോദര ബന്ധത്തിൽ ദരിദ്രനാണ്.
സഹോദരൻ വളരെ ഈർപ്പമുള്ളൊരു പദമാണ്. സഹ ഉദരൻ, ഉദരം പങ്കിട്ടവൻ. എൻ്റെ അമ്മയുടെ ഉദരം പങ്കിട്ട ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ ബന്ധങ്ങളിൽ ദരിദ്രരാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഹൃദ്യമായി വ്യക്തമായും വ്യക്തിപരമായും ഇടപെടുകയാണ്. സാഹോദര്യ ബന്ധങ്ങളിൽ ചില ദാരിദ്ര്യം നമ്മൾ നേരിടുന്നുണ്ട്. എന്തിനാണ് നമ്മുടെ സഹോദരനുമായി, എന്തിനാണ് നമ്മുടെ സഹോദരിയുമായി എത്ര നാളുകളായി നമ്മുടെ ബന്ധങ്ങളെ എന്നേക്കുമായി വിച്ഛേദിച്ചിരിക്കുന്നത്? ഈ താൽക്കാലികമായ മണ്ണിന് വേണ്ടിയോ? ഈ താൽക്കാലികമായ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയോ? ഈ താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയോ? സഹോദരനുമായി ബന്ധങ്ങൾ തകർന്നുപോയവൻ ദരിദ്രാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിക്കണം. ഈ രാത്രി ആത്മാർത്ഥ ഹൃദയത്തോട്, അനുതാപ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധങ്ങളിൽ ചില ദാരിദ്ര്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു ആരാധന സമൂഹമായി നാം ഒരു ഇടവകയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആത്മീയതയിൽ ചില അകലങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട്. ആത്മീയതയുടെ ഒരു അകലം എന്താണത്? ഒരുമിച്ച് ഒന്നാം ബെഞ്ചിൽ ഒന്നും രണ്ടും സീറ്റുകളിൽ ശരീരം കൊണ്ട് അടുത്തിരിക്കുന്നവർ ശരീരം കൊണ്ട് അടുത്തിരിക്കുകയും മനസ്സുകൊണ്ട് അകന്നിരിക്കുകയും ചെയ്യുന്നതാണ് ആത്മീയതയുടെ അകലം. ഒരാരാധന സമൂഹമായി, ഒരു ഇടവകയായി, ഒരു ഇടവക മിഷനായി, ഒരു സേവിയാ സംഘമായി, ഒരു യുവജന സഖ്യമായി, സൺഡേ സ്കൂളായി, സൺഡേ സ്കൂൾ അധ്യാപകരായി ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നവൻ ശരീരം കൊണ്ട് അടുത്തിരിക്കുകയും മനസ്സുകൊണ്ട് അകന്നിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഈ രാത്രി ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭൗതികമായ അനുഗ്രഹങ്ങളല്ല നമുക്കിന്ന് ആവശ്യം. ഇനിയും മലബാറിന് എന്ത് ഭൗതികമായ അനുഗ്രഹമാണ് നമുക്ക് വേണ്ടത്? ഇനിയും നമുക്ക് ആവശ്യം എൻ്റെ സഹോദര ബന്ധത്തിൻ്റെ ദാരിദ്ര്യത്തെ തുടച്ചു മാറ്റുകയാണ്. 71ാമത് ചുങ്കത്തറ കൺവെൻഷൻ എൻ്റെ ബന്ധങ്ങളെ വിളക്കിച്ചേർക്കുന്ന പ്രാർത്ഥനയായി രൂപപ്പെടട്ടെ. യബ്ബേസ് ദൈവത്തോടെ പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കണം. 2, അവൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്, നീ എൻ്റെ അതിർ വിസ്താരമാക്കി തരണം. ദൈവത്തിന് അതിരുകളില്ല, ദൈവരാജ്യത്തിന് മതിലുകളുമില്ല. അതിരും മതിലുമെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഇന്ന് മനുഷ്യൻ മതിലുകൾ നിർമ്മിച്ച് മനുഷ്യൻ്റെ അഹന്ത വെളിവാക്കുകയാണ്. ഒരു വീട്ടിൽ പാർക്കുന്നവരെ തിരിച്ചറിയണമെങ്കിൽ അവൻ്റെ മതിൽ നോക്കിയാൽ മതി. ചില വലിയ വീടുകളുണ്ട്, ചുറ്റും മതിലുകൾ പണിയും. ഒരു ഈച്ച പോലും ആ മതിലിനുള്ളിലേക്ക് പ്രവേശിക്കരുത്. ഞാൻ പലപ്പോഴും ചില വീടിൻ്റെയൊക്കെ മുന്നിൽ കൂടി പോകുമ്പോൾ രാത്രി ലൈറ്റ് ഇട്ടേക്കുന്ന കാണുമ്പോൾ ഓർക്കും, ഇവർ രാത്രിയിലായിരിക്കും മതിൽ പണിതത്. കാരണം വീടിനകത്തെ വെട്ടം പോലും പുറത്തു വരരുത്. മതിലുകൾ നിർമ്മിക്കുകയാണ്. മതിലുകൾ നിർമ്മിച്ച് നമ്മുടെ അഹന്ത നമ്മൾ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യബ്ബേസ് ദൈവത്തോടെ പ്രാർത്ഥിച്ചത്, എൻ്റെ അതിരൊന്ന് വിശാലമാക്കി തരണം, എൻ്റെ മതിലുകളെല്ലാം ഒന്ന് പൊളിക്കണം. മതിൽ
മതി ഇതിലെ, വന്നതൊക്കെ നന്നായി, ഇനി നീ വരണ്ട ഇതിലെ, മതി മതി ഇതിലെ, ക്ലോസ്, അടച്ചു, നീ ഇതിലെ വരണമെന്നില്ല. വാതിലൊരു പ്രതീക്ഷയാണ്, വാതിലൊരു പ്രതീക്ഷയാണ്. ഞാനുണ്ട് നിനക്ക് ആശ്രയം. ഞാൻ പണ്ട് താമസിച്ച ഒരു പാഴ്സനേജിൻ്റെ അടുത്ത് ഒരു ഭക്തനായ മനുഷ്യന് ഭവനമുണ്ടായിരുന്നു. ഭക്തനായ മനുഷ്യൻ എന്ന് പറയുവാൻ കാരണം ആഴ്ചയിൽ ഒരു ദിവസം അവിടെ സ്വന്തമായ ഒരു കൂട്ടായ്മ യോഗം വരെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മതിൽ മുഴുവൻ വാക്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. കയറുന്ന ഗേറ്റിൻ്റെ വലതുവശത്തായി ആ മതിലിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്തിന് പുറത്തു നിൽക്കുന്നു, വരുവീനകത്ത്. പ്രതീക്ഷയുടെ ഗേറ്റിൽ നിന്ന് നോക്കിയപ്പോഴാണ് 7 താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തിന് പുറത്ത് വാ ഇതിലേ. അടഞ്ഞുപോയ വാതിലുകൾ ആത്മീയതയുടെ അപജയമാണ്. അടഞ്ഞുപോയ വാതിലുകൾ ആത്മീയതയുടെ അപജയമാണ്. ആർത്തിയുടെ പൂർത്തീകരണമല്ല അതിർ വിശാലമാക്കുക എന്നുള്ളത്. ഈ നാടിൻ്റെ, ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ അപജയമാണ്. വിലയിടാൻ കഴിയാത്തതിനൊക്കെ ഞാനും നിങ്ങളും വിലയിട്ടു എന്നുള്ളത്. വസ്തുവിൻ്റെ വില ഇടിഞ്ഞാൽ സാരമില്ല, എന്നാൽ അതിനേക്കാൾ ദുരിതവും ഭയാനകവുമാണ് മൂല്യങ്ങൾക്ക് വിലയിടിഞ്ഞാൽ. ജീവിതത്തിൻ്റെ മൂല്യങ്ങൾക്ക് വിലയിടിയുന്നു എങ്കിൽ അത് ദാരുണമായ ഒരു അനുഭവമാണ്. ഹൃദയം നല്ല ഒരു കൃഷിയിടമാണ്. ഏത് വിത്തുമെറിഞ്ഞാൽ കിളുക്കുന്നിടമാണ്. സ്നേഹത്തിൻ്റെ വിത്തെറിഞ്ഞാൽ സ്നേഹം വളരും. പകയുടെ വിത്തെറിഞ്ഞാൽ പക വളരുമെങ്കിൽ, ആർത്തിയുടെ വിത്താണ് എറിയുന്നതെങ്കിൽ ആർത്തിയുടെ ജീവിതത്തിനുടമകളായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ രാത്രി വളരെ ആത്മാർത്ഥതയോട് ദൈവസന്നിധിയിൽ എനിക്കും നിനക്കും നമുക്കും പ്രാർത്ഥിപ്പാൻ ഒന്നുണ്ട്. ഞങ്ങളുടെ അതിരുകളൊന്ന് വിശാലമാക്കണം. ഞങ്ങളുടെ ആത്മീയതയുടെ അതിരുകൾ നീ ഒന്ന് വിശാലമാക്കി തരണം. ഞങ്ങളുടെ ആത്മീയതയുടെ അതിരുകളൊന്ന് വിശാലമാക്കി തരണം. എവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ ബൗണ്ടറീസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടത്? എൻ്റെ ആഗ്രഹം അത് ഓരോ ഭവനത്തിൽ നിന്ന് രൂപപ്പെടണം. 2018 ഈ കൺവെൻഷൻ വേദിയിൽ നിന്ന് ദൈവം എനിക്ക് പ്രസംഗിപ്പാൻ ഒരു അവസരം നൽകിയപ്പോൾ ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മാർത്ഥതയോട് ദൈവസന്നിധിയിൽ എത്ര ആളുകൾക്ക് പറയുവാൻ കഴിയും, പ്രാർത്ഥനയുടെ അണയാത്ത ഒരു യാഗപീഠം എൻ്റെ ഭവനത്തിൽ എരിയുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയാകുന്ന ഒരു യാഗപീഠം ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യയിലും അണയാതെ എരിയുന്ന ഈ മലബാറിൻ്റെ മണമുള്ളൊരു ഭവനമാണ് എൻ്റെ ഭവനം. ആർത്തിയുടെ പൂർത്തീകരണമല്ല അതിരുകൾ വിശാലമാക്കുക. ആത്മീയതയുടെ അതിരുകളാണ് നമുക്ക് വിശാലമാകേണ്ടത്. നമ്മൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്നൊരു വാക്കുണ്ട്: സുഖമാണോ? സുഖമാണോ? സുഖം എന്ന വാക്കിനെ ഒന്ന് പിരിച്ചെഴുതിയാൽ സു എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായത്. ഖം ആകാശം. ആകാശം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാത്തിനും അവകാശമായത്.
അങ്ങനെയെങ്കിൽ സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായ മനസ്സിനുടമയായവൻ. ശാരീരികമായ രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന പേരല്ല സുഖം. നിന്റെ സഹോദരനെ ഉൾക്കൊള്ളുവാൻ വിശാലമായ ഒരു മനസ്സുള്ളവന് സുഖമായ ജീവിതം. നമ്മുടെയൊക്കെ ആരാധനയിലൂടെ ഈ പരസ്പരമുള്ള ബന്ധങ്ങളെ നമുക്കൊന്ന് കൈമാറാൻ കഴിയുന്നുണ്ടോ? ഞാൻ ഈ അടുത്തിടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ ലണ്ടനിലെ ആരാധനകളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. കുടുംബമായിട്ടാണ് അവർ ആരാധനയ്ക്ക് ദേവാലയത്തിൽ ഇരിക്കുന്നത്. നമ്മളും ഇരിക്കും. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ എന്ത് കുടുംബ ഞായർ. ചിലരെങ്കിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, കർത്താവേ ഈ വർഷം കുടുംബ ഞായർ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ അവിടെ എല്ലാ ആരാധനയിലും കുടുംബമായി വന്നിരിക്കും. ഭർത്താവ്, ഭാര്യ, മക്കൾ എല്ലാവരും പരസ്പരം കൈ കോർത്തു പിടിച്ചാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്. പരസ്പരം സമാധാനം ആശംസിക്കും, നമ്മളും ആശംസിക്കും. അവർ പരസ്പരം സമാധാനം ആശംസിക്കുന്നത് ഭാര്യ ഭർത്താവിനെ വണങ്ങി, ഭർത്താവ് ഭാര്യയെ വണങ്ങി, പരസ്പരം ഒരു ചെറിയ പുഞ്ചിരിയോടെ സമാധാനം, നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് പറയാണ്, അപ്പാ സമാധാനം ഉണ്ടാകട്ടെ. ഞാൻ അറിയാതെ പോലും അതൊന്ന് വായിച്ചപ്പോൾ നമ്മളുടെ കൈസൂരി ഒന്നറിയാതെ ഓർത്തുപോയി. പരസ്പരം മുഖത്തോട് മുഖം പോലും ഒന്ന് നോക്കാതെ, ആരാ അടുത്ത് നിൽക്കുന്നതെന്ന് പോലും തിരിച്ചറിയാതെ സമാധാനം ഉണ്ടായിരിക്കട്ടെ. ആർക്ക് സമാധാനം? എനിക്കും സമാധാനം, നിനക്കും സമാധാനം. ആത്മീയതയുടെ അതിരുകൾ ഒന്ന് വിശാലമാക്കുമ്പോൾ ഈ രാത്രി പ്രാർത്ഥിക്കേണ്ടത് എല്ലാ പക്ഷികൾക്കും ചേക്കേറാൻ വിശാലമായ ഒരു നന്മമരമായി ഈ ദേശത്ത് ദൈവമേ നീ എന്നെ നടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എബ്ബേസ് തന്റെ ദൈവത്തോടെ പ്രാർത്ഥിച്ചത്, എൻ്റെ അതിരുകൾ നീ ഒന്ന് വിശാലമാക്കി തരണം. എൻ്റെ കാഴ്ചപ്പാടിൻ്റെ അതിരുകൾ നീ എനിക്കൊന്ന് വിശാലമാക്കി തരണം. കാഴ്ച കണ്ണിൻ്റെ മാത്രം ധർമ്മമല്ല, അത് മനസ്സിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. കണ്ണാടിയുടെ പൊട്ടിയ ചില്ലുകളോ ഫ്രെയിമോ അല്ല നമ്മുടെ കാഴ്ച മറച്ചു കളയുന്നത്. മനസ്സിൻ്റെ ഉള്ളിലെ ആർത്തിയുടെ തിമിരമാണ്. മനസ്സിൻ്റെ ഉള്ളിലെ ആർത്തിയുടെ തിമിരം കിട്ടിയാലും നേടിയാലും മതിവരാതെയുള്ള ആർത്തി. മതി ദൈവമേ എന്ന് നമുക്ക് എന്ന് ദൈവത്തോടൊന്ന് പറയാൻ കഴിയും. ഞാനൊരു വിദേശ രാജ്യത്തൊരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. 4ാമത് രാത്രി പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി സൈഡ് റൂമിൽ വന്നപ്പോൾ 60 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആ ഇടവുവാങ്ങമായ ഒരാൾ എന്നെ കാണാൻ വന്നു. നല്ല ഡൈ ഒക്കെ ഇട്ട്, നല്ല സുമുഖനായി കോട്ടൊക്കെ ഇട്ട് വന്ന് പരിചയപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എറണാകുളത്ത് ഫ്ലാറ്റുണ്ട്, തിരുവല്ലയിൽ വില്ലയുണ്ട്, വൺസ് ഇൻ എ മന്ത് ഞാൻ നാട്ടിൽ പോയി വരാറുണ്ട്. കഴിഞ്ഞ 30 വർഷമായി ഇന്ന കമ്പനിയിൽ ജനറൽ മാനേജരാണ്. ദൈവം ഞങ്ങൾക്ക് 2 മക്കളെ നൽകി. മക്കൾ 2 പേരും സ്റ്റേറ്റ്സിൽ സെറ്റിൽഡ് ആണ്. ഞാൻ അച്ഛനെ പേഴ്സണലായിട്ടൊന്ന് കാണാൻ വന്നത്, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും തൻ്റെ കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ അറിയാതെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സാറേ പ്രാർത്ഥനാ വിഷയം? അച്ഛൻ, ഞാൻ നാളെ പുതിയൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഒരു ജോലിക്കായിട്ട്. അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. 64 വയസ്സുണ്ട്, ഇനിയും പോകാം പുതിയൊരു ഇൻ്റർവ്യൂവിന് ജോലിക്ക്. ഞാൻ അവിടെ നിന്ന് തന്നെ മനസ്സുകൊണ്ടൊന്ന് ആലോചിച്ചു, എൻ്റെ ദൈവമേ, ഇവരൊക്കെ എന്നായി ഇനി നാട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഇച്ചിരി കുഴമ്പും എണ്ണയൊക്കെ കയ്യും കാലിലും പുരട്ടി ഒന്ന് വിശ്രമ ജീവിതം നയിക്കുന്നത്? ആർത്തിയുടെ പൂർത്തീകരണമല്ല അനുഗ്രഹം.
അതിരുകൾ വിശാലമാക്കുന്നത്. നിന്റെ ആത്മീയതയുടെ അതിരുകളെയാണ് ഈ രാത്രി നീ പൊളിച്ചെടുക്കേണ്ടത്. 3, എബേസ് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ. ഞാൻ അശക്തനാണ്, ഞാൻ ദുർബലനാണ്. എബേസ് ദൈവത്തോട് പറയാണ്, നീ ഉണ്ടാകണം കൂടെ. സ്വന്തം കഴിവിലും സ്വന്തം സാമർഥ്യത്തിലും സ്വന്തം മിടുക്കിലും ആശ്രയിക്കുന്നവൻ ഒരിക്കലും ദൈവത്തിൻ്റെ സാമീപ്യവും സാന്നിധ്യവും ആവശ്യമില്ല. എന്നാൽ ഞാൻ അശക്തനാണെന്ന് തിരിച്ചറിയുന്നവനാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായി തീരുന്നത്. ഞാൻ അശക്തനാണെന്ന് തിരിച്ചറിയുന്നവനാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, സാമീപ്യം അനിവാര്യമായി തീരുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശ ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു, തിരുസാന്നിധ്യം കൂടെ പോരണം, തിരുസാന്നിധ്യം കൂടെ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് മോശ പ്രാർത്ഥിപ്പാൻ ഇടയായത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് അവന് നല്ല ബോധമുള്ളവനായിരുന്നു, അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ അവൻ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നത് ചില അപ്രതീക്ഷിതമായ വഴികളിലൂടെയാണ്. അവിചാരിതമായ ചില സന്ദർഭങ്ങളിലൂടെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. ഇതാ മോശ മുൾപ്പടർപ്പിൽ നിൽക്കുകയാണ്. മുൾപ്പടർപ്പ് കത്തുന്നത് ഒരു സാധാരണ സംഭവം. കത്തുന്ന മുൾപ്പടർപ്പ് എരിഞ്ഞു പോകാതിരിക്കുന്നത് അസാധാരണമായൊരു സംഭവം. ദൈവം നമ്മോട് ഇടപെടുന്നത് സാധാരണ സംഭവങ്ങളിലൂടെ അസാധാരണമാമണ്ണമാണ്. മോശ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും അപ്രകാരമാണ്. ജീവിതത്തിൻ്റെ ചില സാധാരണ സംഭവങ്ങളിലൂടെ അസാധാരണമാമണ്ണമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അറിയുന്നത്. ഒരുപക്ഷെങ്കിൽ ചില മരണങ്ങൾ വേർപാടുകളിലൂടെയാകാം, ചില രോഗങ്ങളിലൂടെയാകാം ദൈവ സാന്നിധ്യം നമ്മൾ അറിയുന്നത്. ചില ജീവിതത്തിൻ്റെ അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന പ്രതികൂലമായ ജീവിത അനുഭവങ്ങളിലൂടെയാകാം. ഞാൻ VBS പഠിപ്പിച്ച ഒരു നല്ല കൗമാരക്കാരൻ വളർന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാരുണമായ ഒരു വാഹന അപകടത്തിൽ ഈ ലോകത്തോടവൻ യാത്ര പറഞ്ഞു. അവൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഭവനത്തിൽ ആരംഭിക്കും മുമ്പ് അവൻ്റെ അമ്മ പറഞ്ഞു, എനിക്കൊരു വാക്ക് ദൈവത്തിന് നന്ദി പറയണം. ജന്മം നൽകിയ മകൻ്റെ നിശ്ചലമായ ശരീരത്തിന് മുമ്പിൽ ഒരമ്മ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എൻ്റെ ദൈവത്തിന് എനിക്ക് നന്ദി പറയണം. ഈ അമ്മ തുടർന്ന മൈക്കിലൂടെ ഈ പ്രകാരമാണ് പറഞ്ഞു തുടങ്ങിയത്, എൻ്റെ ദൈവത്തിന് സ്തോത്രം. 18 സംവത്സരം 4 മാസം 3 ദിവസം ഇങ്ങനെ ഒരു മകനെ എനിക്ക് തന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രാണനുതുല്യം സ്നേഹിച്ച തൻ്റെ മകൻ പിടഞ്ഞ റോഡിൽ മരിച്ച നിശ്ചലമായ ശരീരത്തിന് മുമ്പിൽ ഒരു അമ്മ പറയുന്നു, ഈ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമ്പോൾ എന്നെ ബലപ്പെടുത്തുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. സാധാരണ സംഭവങ്ങളിൽ അസാധാരണമാമണ്ണമാണ് ദൈവം നിന്നോടും എന്നോടും ഇടപെടുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം മോശ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു.
വിശുദ്ധം എന്ന ഹീബ്രു പദത്തിന്റെ വിവർത്തനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വേർതിരിക്കപ്പെട്ടത്. മോശയോട് ദൈവം ഇടപെട്ട് പറയുകയാണ്, നീ ഇന്നു മുതൽ വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതലായി ജീവിക്കണം. ഈ രാത്രി എന്നെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ ദൈവത്തിൻ്റെ ഇടപെടൽ സാധാരണ സംഭവങ്ങളിലൂടെ അസാധാരണമണ്ണം നേരിടേണ്ടി വരുമ്പോൾ ഇനിയുള്ള നാൾ നിന്റെ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ജീവിതം അർത്ഥമുള്ളതായി തീർപ്പാൻ സാധ്യമാകണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 25-ാം വാക്യത്തിൽ, 25-ാം വയസ്സിൽ യൗവനക്കാരനായിരിക്കെ ഒരു ദേശത്തിൻ്റെ അധിപനായി രാജാവായി പ്രവേശിച്ചൊരു യൗവനക്കാരനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിസ്കിയാവിനെ പോലെ ഇത്ര ശ്രേഷ്ഠനായ ഒരു രാജാവ് ഞങ്ങൾക്കില്ല എന്ന വണ്ണം അവനെ ദൈവം കരങ്ങളിൽ എടുത്തുപയോഗിച്ചു. അതിന് കാരണമുണ്ട്. ഹിസ്കിയാവ് രാജാവായി 25-ാം വയസ്സിൽ പ്രവേശിക്കുമ്പോൾ അവൻ ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി. ഹിസ്കിയാവ് ദൈവത്തോട് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തൻ്റെ പിതാക്കന്മാരാൽ ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ദേവാലയത്തിൽ ഉണ്ടായിരുന്ന അന്യവിഗ്രഹങ്ങളെ അവിടെ നിന്ന് തുടച്ചു മാറ്റി. അവൻ്റെ ജീവിതം ദേശത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഉപയുക്തമായി തീർന്നു. ഹിസ്കിയാവിനെ അശൂർ വെല്ലുവിളിക്കുന്നുണ്ട്. അശൂർ തൻ്റെ സൈനിക ശക്തിയിൽ നിന്നുകൊണ്ടാണ് വെല്ലുവിളിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ അവർ നേടിയ വിജയമായിരിക്കാം അവരെ വല്ലാതെ മതിപ്പിച്ചത്. ഇന്നലകളിൽ അവർ നേടിയ അനുഗ്രഹങ്ങൾ അവരെ വല്ലാതെ മതിപ്പിച്ചുകൊണ്ട് അവർ ഹിസ്കിയാവിനെ മാത്രമല്ല, ഹിസ്കിയാവിൻ്റെ ദൈവത്തെ വെല്ലുവിളിച്ചു. ഇന്നും പലയിടങ്ങളിൽ നിന്ന് ഈ വെല്ലുവിളികൾ ഞാൻ നിങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ മതിമറന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങളായി മാറി ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്. ഖാനാവിലെ ഭവനം കൗദാശികമായ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്ന ഒരു കുടുംബം യേശുവിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചു. വളരെ ഗൗരവമായ ഒരു കാര്യമാണത്. കൗദാശികമായ ശുശ്രൂഷക്കായി ഇന്ന് നമ്മുടെ മക്കൾ ഒരുങ്ങുമ്പോൾ തലേന്ന് രാത്രി യേശു നമ്മുടെ ഭവനത്തിൽ വന്നാൽ എന്തായിരിക്കും കാണുന്ന കാഴ്ച? എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം. കൗദാശികമായ ശുശ്രൂഷക്കായി മകൻ പിറ്റേന്ന് കാലത്ത് ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന തലേന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഭവനം ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ ഗാദറിംഗ് നടത്തുകയാണ്. അവിടെ ചെന്ന് ഭക്ഷണമേശയിലൊന്ന് സംബന്ധിച്ച് പ്രാർത്ഥിച്ചു പോരണമെന്ന് ക്ഷണമുണ്ടായി. എനിക്ക് അവിടെ പോകാൻ വൈകുന്നേരങ്ങളിൽ കഴിയാഞ്ഞതുകൊണ്ട് ഞാൻ ഒരല്പം വൈകി അവിടെ എത്തി. ഏതാണ്ട് ഭവനത്തോടെ ഒരു 100 മീറ്റർ മാലെ അടുക്കുമ്പോൾ തന്നെ ആ വീട്ടിലെ പാട്ടും താളവും മേളവും എനിക്ക് കേൾക്കാം. സേവിയാ സംഘത്തിലും ഇടവക മിഷനിലും സജീവമായി പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ അടങ്ങുന്ന ഒരു കുടുംബം. ഞാൻ ആ ഭവനത്തിൽ വെളിയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ രൂക്ഷമായ മദ്യത്തിൻ്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. താഴെ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് ഞാൻ നോക്കുമ്പോൾ ജന്മം നൽകിയ മകനെ പ്രാർത്ഥനയോടെ പിറ്റേന്ന് കൗദാശികമായ ശുശ്രൂഷയ്ക്കായി ഒരുക്കേണ്ട മാതാപിതാക്കൾ. ആ ദേശത്തെ പ്രമുഖന്മാരായ പലർക്കും
വിഭവസമൃദ്ധമായ ഭക്ഷണവും മദ്യവും വിളമ്പുന്നത് ഞാൻ കണ്ടു. അവൻ എല്ലാവർക്കും ഒരു വീഡിയോ ക്ലിപ്പിംഗ് അയച്ചു. അതിന് നമ്മൾ ഇന്ന് പേരിടുന്നത് സേവ് ദ ഡേറ്റ്. എനിക്കും അവൻ അയച്ചു തന്നു. അഭ്യസ്ത വിദ്യരായ മാതാപിതാക്കളുടെ മകൻ മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ വളർന്നു വന്നൊരു യൗവനക്കാരൻ, അവന്റെ വിവാഹത്തിനുള്ള ക്ഷണക്കത്ത് വിലയേറിയ ഒരു മദ്യക്കുപ്പി പൊട്ടിച്ചാണ് ഒരു വൈദികനായ എന്നെ ക്ഷണിക്കുന്നത്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ മതിമറന്ന് ദൈവത്തെ വെല്ലുവിളിക്കുന്നവരാണ് ഞാനും നീയും. ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാർ ചെയ്തു പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ഹിസ്കിയാവിനാൽ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. ഹിസ്കിയാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. വേദപുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അത് തന്നെയാണ്. ഐ ആം വിത്ത് യു. ഞാനുണ്ട് നിന്നോട് കൂടെ. ഈ രാത്രി ആത്മാർത്ഥതയോട്, ഈ രാത്രി ഹൃദയനുറുക്കത്തോട് നമ്മുടെ കണ്ണുകളെ നമ്മൾ അടയ്ക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇത് തന്നെയാണ്. എൻ്റെ ഭവനത്തിൽ നീ ഉണ്ടാകണം. എൻ്റെ സമ്പന്നതയിൽ വഴികാട്ടിയായി നീ വരണം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ സമ്പന്നയായ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ലുദിയ എന്നാണ് അവളുടെ പേര്. അവൾ പൗലോസിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്നുണ്ടെന്നു എങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എൻ്റെ ഭവനത്തിന് ആവശ്യമാണ്. ഈ രാത്രി ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഭവനത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ കർത്താവേ നീ വരണം. നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. ഞാൻ അശക്തനാണ്. അവസാനമായി നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. യബ്ബേസ് ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അനർത്ഥങ്ങളിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണം. ഗോഡ്സ് പ്രൊട്ടക്ഷൻ. കീപ് മീ ഫ്രം ഈവിൾ. എന്തിനായി നീ എന്നെ കാക്കണം? അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത്. എൻ്റെ ദുഃഖം മാറ്റണമെന്ന് മാത്രമല്ല അവൻ പ്രാർത്ഥിച്ചത്. അവൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ നിമിത്തം വ്യസനിച്ചൊരമ്മ എനിക്കുണ്ട്. ഞാൻ നിമിത്തം വ്യസനിച്ച സഹോദരന്മാരെനിക്കുണ്ട്. ഞാൻ നിമിത്തം അപമാനമേറ്റൊരു വീട് എനിക്കുണ്ട്. ഈ വീടിൻ്റെ അപമാനം, ദുഃഖം മാറ്റണം. അതിന് നീ എന്നെ സംരക്ഷിക്കണം. ഞാനൊരു അപമാനമായി തീർന്നാൽ നീ എന്നെ അഭിമാനമായി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ആരെങ്കിലും ജീവിതത്തിൽ അപമാനിതരായി തീർന്നു എന്ന്, അവഗണനയേറ്റ് വേദനിക്കുന്നു എന്ന്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയി എന്ന് ഭാരപ്പെടുന്നെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ കണ്ണുകളെ അടയ്ക്കുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെയാണ്. എൻ്റെ ഭവനത്തിന്, എൻ്റെ ദേശത്തിന്, എൻ്റെ സമൂഹത്തിന് ഞാൻ നിന്നതാണെങ്കിൽ നീ എന്നെ മാനിക്കണം. തിബരിയാസ് കടൽപ്പുറം നമുക്ക് നൽകുന്ന ചില ഉറപ്പുകളുണ്ട്. തോറ്റുപോകുന്നവൻ്റെ തോളിൽ കൈയിട്ട് നടന്നവനാണ് ക്രിസ്തു എന്ന്. തോറ്റുപോകുന്നവൻ്റെ തോളിൽ കൈയിട്ട് നടന്നവനാണ് ക്രിസ്തു. ജീവിതത്തിൽ പരാജയപ്പെടുന്നവൻ്റെ സാമീപ്യത്തിൽ സാന്നിധ്യമായി മാറുന്നവനാണ് ക്രിസ്തു.
ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവന്റെ അടുക്കൽ അവനെ പരിഹസിക്കുവാനല്ല, മറിച്ചവനെ മാനിക്കാൻ സാന്നിധ്യം നൽകുന്നവനാണ് ക്രിസ്തു. തിബരിയാസ് കടൽപ്പുറത്ത് ഒരുക്കിയ കനൽ പത്രോസിന് ചില ഓർമ്മപ്പെടുത്തൽ വരുത്തുന്നുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് അവനൊരു തീക്കനലിൽ തീ കാഞ്ഞിരുന്നു. അത് ക്രിസ്തുവിനെ തള്ളിപ്പറയാനായിരുന്നു എങ്കിൽ ഇതാ തിബരിയാസ് കടലിൽ ഒരു തീക്കനലെരിയുന്നുണ്ട്. അവൻ്റെ വിശപ്പിന്, അവൻ്റെ ക്ഷീണത്തിന്, അവൻ്റെ അപമാനത്തിന് ഒരു അഭിമാനമായി അന്നം വെച്ചു വിളമ്പുന്ന അമ്മ സ്നേഹമാണ് അവിടെ നമ്മൾ കാണുന്നത്. നിന്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ മധ്യത്തിൽ സാന്നിധ്യമായി തീരുന്ന ക്രിസ്തുവിനെയാണ് പത്രോസ് തിബരിയാസിൽ രുചിച്ചറിഞ്ഞത്. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചതും അതുതന്നെയാണ്. അങ്ങനെയെങ്കിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ വിശുദ്ധ മാമോദീസായിലൂടെ ഈ സഭയുടെ അംഗമായി തീരുന്ന ഓരോ പൈതലിനും സഭ നൽകുന്ന ഒരു ഉറപ്പുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ വിശുദ്ധ തൈലം കൊണ്ട് നീ മുദ്രയിടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് ഉറപ്പാക്കിയിട്ടുണ്ട്. നീ പാർക്കുന്ന ഓരോ ഭവനവും ഈ വലിയ സാന്നിധ്യം ഉറപ്പ് നൽകിയതാണ്. ഓരോ കട്ടിളമേലും ഈ ഭവനം ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ സ്ലീബായുടെ അടയാളത്താൽ എന്നേക്കും ഒന്നായിരിക്കുന്നതിനാൽ ഇത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട് നിനക്ക് പാർക്കാൻ നൽകിയിരിക്കുന്നതാണ്. അശുദ്ധമായതൊന്നും അതിനുള്ളിൽ പ്രവേശിപ്പിക്കരുത്. അശുദ്ധമായതൊന്നും അതിനുള്ളിൽ സംഭവിക്കരുത്. ഇതാ എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം എനിക്ക് ആവശ്യമാണ്. നീ എന്നെ കാത്തുകൊള്ളണം. ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭക്തനായ ധനികനുണ്ടായിരുന്നു. എന്നാൽ സമ്പന്നതയിൽ അവൻ ദരിദ്രനായിരുന്നു. അവൻ്റെ ബന്ധങ്ങളിൽ സമ്പന്നനായിരുന്നു. മനസ്സുകൊണ്ടവൻ സമ്പന്നനായിരുന്നു. ആ ഇടവകയിൽ ഒരു കൺവെൻഷൻ നടന്നാൽ അതറിയുമ്പോഴേ ആദ്യം പേഴ്സണേജിൽ വന്ന് പറയാം, അച്ഛാ ഞാൻ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാം. ആരെങ്കിലും അവിചാരിതമായ ഒരു സുവിശേഷകൻ ആ ദേവാലയത്തിൽ വന്നാൽ സൈഡ് റൂമിൽ വന്ന് എന്നോട് പറയും, അച്ഛൻ ഞാൻ ഉച്ചയ്ക്ക് ഉപദേശിയെ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ. ഒരു ഭദ്രാസനത്തിൻ്റെ കളക്ഷൻ ആവശ്യം വന്നാൽ ദരിദ്രനായ മനുഷ്യൻ പറയും, ഞാൻ തരാമച്ച. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ 3 പെൺമക്കളാണ് ദൈവം നൽകിയത്. മൂത്ത മകൾക്ക് 28 വയസ്സ് പ്രായമുണ്ട്. ജീവിതത്തിൽ മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാത്ത മനുഷ്യനോട് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഭദ്രാസനത്തിന് വേദന അനുഭവിക്കുന്നതിൻ്റെ വേദനയ്ക്ക്, ജീവിതത്തിൽ ആവശ്യത്തിലിരിക്കുന്നവൻ്റെ ആവശ്യങ്ങൾക്ക് പങ്കുവച്ച് നൽകുമ്പോൾ ഞാൻ ചോദിക്കും, അച്ഛാ മക്കളൊക്കെ വളർന്നു വരുന്നില്ലേ, വിവാഹം കഴിച്ച് അയപ്പിക്കണ്ടേ? ഒറ്റവാക്കിൽ ഉത്തരം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അച്ഛാ ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആരാധന കഴിഞ്ഞ് ഞാൻ മദ്ബഹായിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുക്കൽ ഓടി വന്ന് സന്തോഷ വാർത്ത പറയാൻ, അച്ഛാ മൂത്ത മകളുടെ വിവാഹം ഏകദേശം ധാരണയായി. ഒരു ഭക്ഷണം വാങ്ങാൻ, ഒരു നല്ല വസ്ത്രം വാങ്ങി മൂത്ത മകളെ വിവാഹം കഴിച്ച് അയപ്പിക്കുവാൻ കയ്യിൽ യാതൊന്നും വകയില്ലാത്ത മനുഷ്യൻ
ഞാൻ ചോദിച്ചു, എങ്ങനെ വിവാഹം നടത്തും? എൻ്റെ മനസ്സിൽ വലിയ ഭാരമായി. ഈ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അച്ഛാ, ദൈവം കരുതിക്കൊള്ളും. സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന മുമ്പ് ഒറ്റ വാക്ക് പറഞ്ഞു, അച്ഛൻ്റെ സൗകര്യമുള്ളൊരു ദിവസം പറയണം വിവാഹ നിശ്ചയം ക്രമീകരിക്കാൻ. ദേവാലയത്തിൽ നിന്ന് ഞാൻ പാഴ്സനയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ഏറ്റവും അടുത്തൊരു ദിവസം ഈ പെൺകുട്ടിയെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനായി ഒരുങ്ങണം. എന്തു ചെയ്യും എന്നറിയാതെ പിതാവിനേക്കാൾ ഭാരം ഒരു ഇടവക വികാരി എന്ന നിലയിൽ എനിക്കുണ്ടായി. അന്ന് സന്ധ്യയോടെടുക്കുന്ന വേളയിൽ ആ ഇടവകയിലെ ഒരംഗം തൻ്റെ മകനെയും കൊണ്ട് പാഴ്സനേജിൽ വന്നു. അദ്ദേഹം പറഞ്ഞ ഇതെൻ്റെ മകനാണ്, വിദേശത്ത് ജോലി ചെയ്യാണ്, വിവാഹത്തിനായി നാട്ടിൽ വന്നതാണ്. എൻ്റെ മകൻ്റെ വിവാഹം ഏകദേശം ധാരണയായി. അച്ഛൻ പറയുന്ന ഒരു ദിവസം അത് നിശ്ചയിക്കണം, വിവാഹം നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അച്ഛൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ദിവസം ഒന്ന് നോക്കിക്കാട്ടെ. അച്ഛൻ അതിനു മുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ മകൻ്റെ വിവാഹം നടക്കും മുമ്പ് അച്ഛനറിയാവുന്ന ഏതെങ്കിലും ഏറ്റവും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം മുഴുവൻ ചെലവും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കണ്ടീഷൻ മാത്രം, ഞാനും അച്ഛനും ദൈവവുമല്ലാതെ ആരും ഇതറിയരുത്. അന്ന് ആരാധന കഴിഞ്ഞ് എൻ്റെ മുൻപിൽ വന്ന് നിന്ന് ജീവിതത്തിൻ്റെ ശൂന്യതയുടെ മധ്യത്തിൽ കരുതുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കുറപ്പ് തന്നു പോയ ആ ഭക്തനായ മനുഷ്യനെ ഞാൻ ഓർത്തു. ജീവിതത്തിൽ കരുതുന്നൊരു ദൈവം, സാന്നിധ്യം നൽകുന്നൊരു ദൈവം, അവൻ സാമീപ്യമായി കൂടെയിരിക്കും. യബ്ബേസ് ദൈവത്തോടെ പ്രാർത്ഥിച്ചു. യഹോവയായ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഈ രാത്രി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. യബ്ബേസ് ചെറിയൊരു ജീവിതമാണ് നയിച്ചത്. 2 വാക്യങ്ങളിൽ മിന്നിമറഞ്ഞു പോയ അതുല്യമായ ഒരു ജീവിതത്തിന് അവൻ ഉടമയായി തീർന്നു. അവൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുകയാണ്, നീ എന്നെ അനുഗ്രഹിക്കണം. നമുക്കും ഈ രാത്രി ദൈവത്തോടെ പ്രാർത്ഥിക്കാം, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ സഹോദര ബന്ധങ്ങളിൽ ഞാൻ ദരിദ്രനാണ്, ഞാൻ അപമാനിതനാണ്, ഞാൻ നിന്ദിതനാണ്. നീ എന്നെ അനുഗ്രഹിക്കണം. എൻ്റെ ജ്യേഷ്ഠ സഹോദരിയുമായി, എൻ്റെ കുടുംബക്കാരുമായി, എൻ്റെ അമ്മയുമായി, എൻ്റെ മകനുമായി ഞാൻ ബന്ധങ്ങളിൽ ദരിദ്രനാണ്. എൻ്റെ അതിരുകളെ നീ ഒന്ന് വിശാലമാക്കി തരണം. ആത്മീയതയുടെ അതിരുകൾ എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥനയുടെ ഒരു യാഗപീഠമായി തീരണം. 71ാമത് ചുങ്കത്തറ കൺവെൻഷൻ ഇന്ന് രാത്രി ഒരു നല്ല തീരുമാനത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങാനിടയാകണം. അണഞ്ഞുപോയ കരിന്തിരി എരിയുന്ന പ്രാർത്ഥനയുടെ ഒരു ദീപം തിരിയൊന്ന് തെളിച്ച് അതിൽ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ പകർന്ന് ഈ രാത്രി നമുക്കതിനെ വീണ്ടും ഒന്ന് തെളിക്കാം. യബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ സാന്നിധ്യം എനിക്കുണ്ടാകണം, ഞാൻ അശക്തനാണ്, നിന്റെ സംരക്ഷണം എനിക്ക് ആവശ്യമാണ്. അപമാനിതനായിരുന്നവനെ നീ ഒന്ന് അഭിമാനമാക്കി തീർക്കണം. ഈ രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപമാനിതനായിരുന്നവനെ അഭിമാനമാക്കി തീർക്കുവാൻ കഴിയുന്നൊരുവൻ്റെ സന്നിധിയിൽ നമ്മുടെ സകല ജീവിത ഭാരങ്ങളെയും നമുക്ക് ഏൽപ്പിക്കാം. അവൻ നമ്മെ മാനിതനാക്കി തീർക്കും. ഈ രാത്രി അതിനായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
ഇപ്പോൾ പാട്ടുപാടി സ്തോത്രകാഴ്ച എടുക്കുകയാണ്. ഓരോ തൂണിൻ്റെ അവിടെയും സ്തോത്രകാഴ്ച സഞ്ചി ക്രമീകരിച്ചിട്ടുണ്ട്. അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർ ആ സ്തോത്രകാഴ്ച സഞ്ചി എടുത്ത് സ്തോത്രകാഴ്ച എടുക്കാനായിട്ട് സഹായിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആ തൂണിൻ്റെ അടുത്തിരിക്കുന്ന ആളുകൾ സ്തോത്രകാഴ്ച സഞ്ചി എടുത്ത് കളക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൺവെൻഷൻ ഗീതങ്ങൾ 31-ാമത്തെ പാട്ട്, തിരിഞ്ഞു നോക്കുമ്പോൾ എൻ ദൈവമേ നീ നടത്തിയ വഴികൾ അതിശയമേ. ഈ പാട്ട് രചിച്ചത് ചുങ്കത്തറ ശാലയും മാർത്തോമ ഇടവകാംഗവും ഭദ്രാസന കൺവെൻഷൻ ഗായക സംഘാംഗവുമായ ജിജി മാത്യു ആണ്. ഈ പാട്ടിന് സംഗീതം പകർന്നത് ഗായക സംഘത്തിൻ്റെ ഭാഗമായ കീബോർഡിസ്റ്റായ പ്രിയപ്പെട്ട സ്റ്റുവേർട്ട് ആവണീശ്വരമാണ്. പ്രാർത്ഥനയോടെ ഈ പാട്ട് നമുക്ക് പാടാം. നീ നടത്തിയ
അഭിമന്യ തിരുമേനി, വേദിയിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഞങ്ങൾക്ക്